ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനോഹർ ചിന്തിക്കുന്നുണ്ട്, സരയുവിനെ കെട്ടിയിട്ട് അബദ്ധം സംഭവിച്ചതുപോലെ ഇവിടെ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മുങ്ങേണ്ട സമയത്ത് തന്നെ മുങ്ങണം. അവനൊരു കൗശല ചിരിച്ചിരിക്കുകയാണ്. അതേസമയം കല്യാണിയും കിരണും കൂടെ അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. കാരണം ഇന്ന് കല്യാണി അവനെ വിട്ട് പോവുകയാണ് ഡൽഹിയിലേക്ക്. കല്യാണി ഒറ്റക്കാണ് പോകുന്നത്. അതിൻ്റെ ഒരു വിഷമം രണ്ടുപേർക്കും ഉണ്ട്. ഒരുപാട് നേരം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം കിരൺ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ദേവി, എന്നെ വിട്ടിട്ട് എൻ്റെ കല്യാണി ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം മാറി നിൽക്കാൻ പോകുന്നത്. ആ ദിവസങ്ങൾ അത്രയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിടിച്ചു നിൽക്കാനുള്ള കഴിവ് തരണേ എന്നൊക്കെ അവൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് സങ്കടത്തോടെ. അതേസമയം കല്യാണി കണ്ണുനീര് തുടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കിരൺ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കല്യാണിയുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ടപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, കല്യാണി നീ കരഞ്ഞോ? ഏയ്, ദേവിയുടെ മുന്നിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായില്ലേ, അതുകൊണ്ട് പെട്ടെന്ന് കണ്ണ് നിറഞ്ഞു പോയതാ. അവൾ കണ്ണുനീര് തുടക്കുകയാണ് കിരണിനെ അറിയിക്കേണ്ടെന്ന് കരുതിയിട്ട്. വീണ്ടും അവൾ അവസാന ശ്രമം എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഡൽഹിക്ക് പോകണോ കിരണേട്ടാ? അപ്പോൾ കിരൺ പറയുന്നുണ്ട്, നമ്മൾ എന്ത് കഴിഞ്ഞാലും പ്ലാൻ ചെയ്ത കാര്യമല്ലേ, ഇനി അത് മാറ്റി വെക്കേണ്ട. അതിനെപ്പറ്റി ഇതുപോലെ ഇനി സംശയത്തോടെ സംസാരിക്കാനും പാടില്ല. അങ്ങോട്ടേക്കാണ് പൂജാരി വരുന്നത്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ കിരൺ സന്തോഷത്തോടെ പറയാണ്, കല്യാണി ഡൽഹിക്കൊന്ന് പോവുക, അവൾക്ക് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതറിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. ഇവിടെ വന്നു നിന്ന് എൻ്റെ അമ്മയ്ക്ക് മനസ്സമാധാനം കിട്ടണേ എന്ന് മാത്രമേ മോള് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അതുപോലെ അച്ഛനൊന്ന് സ്നേഹിക്കണേയെന്നും. എന്നാൽ അതിൽ രണ്ടാമത്തെ കാര്യം നടന്നിട്ടില്ല. എന്നാൽ അമ്മ ഇന്ന് സമാധാനമായിട്ട് ജീവിക്കുക, സ്വർഗത്തിൽ എന്ന പോലെ. അത് കേട്ടതും കിരണും കല്യാണിയും സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, മോളുടെ കാര്യമാണെങ്കിലോ സ്വർഗത്തിൽ എന്ന പോലെ ജീവിക്കുമെന്ന കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. എന്നാൽ ഇതുപോലെ മോള് പടർന്ന് പന്തലിക്കുമെന്ന് കരുതിയില്ല. അപ്പം സങ്കടത്തോടെ കിരൺ പറയുന്നുണ്ട്, അത്രത്തോളം എരിഞ്ഞ് പ്രാർത്ഥിച്ചില്ലേ ഇവള്? സംശയം എന്താ, അതിൻ്റെ ഫലം തന്നെയാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത്. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും മോളുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞു. മോളുടെ സംസാരം ഉൾപ്പെടെ ഇനി ഉയർച്ചയായിരിക്കും മോളെ. കാരണം ഈ ഭൂമിയിൽ ഒരു പെൺകുട്ടികളും അനുഭവിക്കാത്ത അത്രയും കഷ്ടപ്പാടുകൾ മോൾ അനുഭവിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഒരു നേട്ടമുണ്ടായാൽ പിന്നെ അത് ദൈവങ്ങൾ തിരിച്ചെടുക്കില്ല. ആ സമയത്ത് അമ്പലത്തിലെ മണി മുഴങ്ങുകയാണ്. അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്നതുപോലെ. അതിനുശേഷം രണ്ടുപേർക്കും പ്രസാദം കൊടുത്തപ്പോൾ അവർ രണ്ടുപേരും ദക്ഷിണ കൊടുക്കുകയാണ്. അപ്പം കല്യാണി പറയുന്നുണ്ട്, ശരി തിരുമേനി, ഞങ്ങൾ ഇടയ്ക്ക് വന്നോളാം. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, എന്നും വന്നാൽ സന്തോഷം, എനിക്കല്ല ദേവിക്ക്. സന്തോഷത്തോടെ തലയാട്ടിയിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ആ സമയത്ത് കിരൺ ചന്ദന എടുത്തിട്ട് കല്യാണിയുടെ നെറ്റിയിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തിരിച്ചവളും. അതിനുശേഷം അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതേസമയം നമ്മുടെ മനോഹർ നിഷയും കൂട്ടിയിട്ട് പർച്ചേസിനൊക്കെ വന്നതാണ്. രണ്ടുപേരും സ്നേഹത്തോടെ പ്രണയ ജോഡികളെ പോലെ കെട്ടി പിടിച്ചൊക്കെയാണ് നടന്നു വരുന്നത്. അങ്ങനെ ബൈക്കിൻ്റെ മുകളിൽ വന്നിരുന്നപ്പം മനോഹർ പറയുന്നുണ്ട്, കാര്യമായിട്ടൊന്നും വാങ്ങിയില്ലല്ലോ മോളെ, എന്തിനാ വെറുതെ പൈസ കളയുന്നത്? ഇനി നമ്മൾ പുറത്തേക്ക് വിദേശത്തേക്ക് പോകുമല്ലോ, അമേരിക്കയിലേക്ക്. ആ സമയത്ത് കാര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പം മനോഹർ പറയുന്നുണ്ട്, അതെ, യാത്ര പോകുമ്പോഴേ അധികം ലഗേജ് ഇല്ലാതിരിക്കുന്നതാ നല്ലത്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഡ്രസ്സ് കിട്ടുമല്ലോ. പിന്നെ ഇവിടുത്തെ പോലെയുള്ള ഡ്രസ്സൊന്നും അല്ലല്ലോ അവിടെയുള്ളവർ ധരിക്കുന്നത്. മോളുടെ കൾച്ചർ മൊത്തത്തിലങ്ങ് മാറും അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ആ സമയത്ത് നിഷ സന്തോഷത്തോടെ പറയുന്നുണ്ട്, ഞാൻ ഇന്ത്യയിൽ തന്നെ എല്ലായിടത്തൊന്നും പോയിട്ടില്ല. ആകെ പോയത് ഡൽഹിയിലും ബോംബെയിലും ചെന്നൈയിലും ഒക്കെയാണ്. അല്ലാതെ അധിക സ്ഥലത്തൊന്നും പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ലോകം ചുറ്റാനുള്ള ഭാഗ്യമാണ് വന്നിരിക്കുന്നത്, മനോഹർ പറയാണ്. അപ്പം നിഷ സന്തോഷത്തോടെ പറയുന്നുണ്ട്, അമ്മ എപ്പോഴും പറയാറുണ്ട് അതെൻ്റെ മഹാഭാഗ്യമാണെന്ന്. അപ്പം മനോഹർ പറയുന്നുണ്ട്, ദേ, ഇതൊന്നും വലിയ ഭാഗ്യമല്ല മോളൂ. ശരിക്ക് പറഞ്ഞാൽ പരസ്പര വിശ്വാസമുള്ള നല്ല ദാമ്പത്യത്തിൽ കഴിയുന്ന ഒരാണും പെണ്ണും, അതാണ് ഒരാളിൻ്റെ മഹാഭാഗ്യം. ഞാൻ അങ്ങനെ അതിനെ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആളായിട്ട് ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് ബൈക്കിൽ കയറുകയാണ്. തൊട്ട് പിന്നാലെ തന്നെ നിഷയും ഇരിക്കുന്നുണ്ട്. അപ്പം കുറച്ച് മാറിയിട്ട് ദൂരത്തായിട്ട് കിരണിൻ്റെയും കല്യാണിയുടെയും കാറുണ്ടായിരുന്നു. അപ്പോൾ കിരൺ കല്യാണിയോട് സംശയത്തോട് ചോദിക്കുകയാണ്, അത് ആ മേഘ്നയുടെ അനിയത്തിയല്ലേ? ആ അതെ, കല്യാണം കഴിഞ്ഞ ശേഷം ചുറ്റാൻ ഇറങ്ങിയതായിരിക്കും, കല്യാണി പറയുന്നുണ്ട്. കിരൺ പറയുന്നുണ്ട്. അപ്പോൾ കല്യാണി ചോദിക്കുക, നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? അവരുടെ പിന്നാലെ. കിരൺ ഒരു ലക്ഷ്യത്തോടെയാണ് പറയുന്നത്. അതെന്തിനാ? അതൊക്കെ പറയാം, ആദ്യം അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കട്ടെ. അവർ ചിലപ്പോൾ അവരുടെ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിലോ? ആദ്യം നമുക്ക് നോക്കാം കല്യാണി. അപ്പം തന്നെ കല്യാണിക്ക് മനസ്സിലാവുകയാണ്, കിരണേട്ടൻ എന്തോ സംശയം വെച്ചാണല്ലോ സംസാരിക്കുന്നത്. 100%. അല്ലെങ്കിൽ പിന്നെ അവരുടെ പിന്നാലെ പോവേണ്ട കാര്യം എന്താ? നമുക്ക് ഒരുപാട് ജോലിയുള്ളതല്ലേ ഇന്ന്. ഏതായാലും ഒരു 1/4 മണിക്കൂർ നമുക്ക് മാറ്റിവെക്കാം. അങ്ങനെ അവർ രണ്ടുപേരും മനോഹറിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. മനോഹറും നിഷയും കൂടെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തുകയാണ്. ആ സമയത്ത് ഹെൽമെറ്റോടുകൂടി തന്നെയാണ് മനോഹർ ഇറങ്ങുന്നത്. നിഷ പറയുന്നുണ്ട്, ഹെൽമെറ്റ് ഇവിടെ ഊരി വെച്ചിട്ട് പോവാം. അപ്പോൾ മനോഹർ പറയാണ്, ഹെൽമെറ്റ് ഇപ്പോൾ നിർബന്ധമായതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഹെൽമെറ്റ് എവിടെ കണ്ടാലും ആൾക്കാർ മോഷ്ടിച്ചു കൊണ്ടുപോകും.
അതുകൊണ്ട് നമ്മുടെ തല സംരക്ഷിക്കുന്ന ഈ കവചം നമ്മുടെ അടുത്ത് തന്നെ ഇരിക്കുന്നതാ നല്ലത്. അതുകൊണ്ട് തന്നെ അവൾ അതൊക്കെ അംഗീകരിക്കുകയാണ്. ശേഷം ചോദിക്കുന്നുണ്ട്, ഇത് നല്ല റെസ്റ്റോറൻ്റ് ആണല്ലേ? നല്ല റെസ്റ്റോറൻറ്റിലല്ലേ ഞാൻ മോളൂനെ കൊണ്ടുപോകൂ. ഇവിടെ ആവുമ്പോൾ മൊത്തത്തിലൊരു പ്രൈവസി ഉണ്ട്. അപ്പോഴേക്കും കിരണും കല്യാണിയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കുറച്ച് മാറി നിന്നിട്ട് ഇവരെ തന്നെ വാച്ച് ചെയ്യാണ്. ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, അവൻ ഹെൽമെറ്റ് മാറ്റുന്നില്ലല്ലോ. അപ്പോൾ കല്യാണി ചോദിക്കുകയാണ്, നിഷയുടെ ഭർത്താവിനെ കാണാനാണോ നമ്മൾ പിന്നാലെ വന്നേ? അപ്പോൾ കിരൺ പറയാണ്, നീ അവനെ ശരിക്കൊന്ന് നോക്ക്. കല്യാണിക്ക് അപ്പോഴൊന്നും മനസ്സിലായില്ല. ഇപ്പോഴെന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? കിരൺ ചോദിക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് അവൾക്ക് സംശയം തോന്നുകയാണ്. എന്തായാലും ഇന്ന് നമ്മുടെ സംശയം ക്ലിയർ ആക്കിയിട്ട് പോയാൽ മതി. കിരൺ രണ്ടും കൽപ്പിച്ചിട്ടാണ്. ആ സമയത്ത് നിഷ പറയുന്നുണ്ട്, എന്ന് വെച്ച് ഹെൽമെറ്റ് തലേന്നെടുക്ക്. ഇത് വെച്ചുകൊണ്ട് വരുന്നത് മോശമല്ലേ? ഇതും വെച്ചുകൊണ്ട് വന്നാൽ എന്താ മോശം? മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അവിടെയാണ് ഞാൻ US-ലും UK-ലും ഒക്കെ ജീവിച്ചതിൻ്റെ ഗുണം. അവിടെയൊക്കെ ഒരാൾ മറ്റൊരാളെ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. ഇവിടെയൊക്കെയാ എല്ലാവരും മറ്റുള്ളവരെ നോക്കുന്നത്. എന്നാൽ പിന്നെ നമുക്ക് പോയാലോ മോളൂ എന്നും പറഞ്ഞുകൊണ്ട് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് തന്നെ അവളെയും ചേർത്ത് പിടിച്ചിട്ട് അകത്തേക്ക് പോവാണ്. അപ്പോഴേക്കും കിരണും കല്യാണിയും കാറിന് പുറത്തിറങ്ങുന്നുണ്ട്. കല്യാണി ചോദിക്കുകയാണ്, നമ്മുടെ സംശയം ശരിയായിരിക്കോ? ഒരു 80% ശരിയാവാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ മേഘ്നയുടെ അനിയത്തിക്ക് ചെറിയ പണിയല്ല, വലിയ പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ജീവിതത്തിൽ ആരെയും കരയിപ്പിക്കാൻ പാടില്ല. അങ്ങനെ കരയിപ്പിച്ചാൽ അതിന് കാരണക്കാരനാവുന്നവർ പിഴ കൊടുക്കേണ്ടി വരും. സംശയം ഉറപ്പിച്ചിട്ട് അത് പറഞ്ഞാൽ പോരെ? കല്യാണി ചോദിക്കുന്നുണ്ട്. ഏതായാലും അവർ കൈയൊക്കെ കഴുകി അവിടെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, ഇതൊരു ഒഴിഞ്ഞ കോണിലുള്ള ഹോട്ടലാണല്ലോ, അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മൾ ഇതിനകത്ത് കയറി നമ്മുടെ സംശയം ക്ലിയർ ആക്കിയിട്ടേ പോവൂ. കിരൺ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അകത്തെത്തിയതും മനോഹറും നിഷയും അകത്ത് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരുന്നു. അപ്പോഴേക്കും മനോഹർ ഹെൽമെറ്റൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. വെയിറ്റർ വന്നിട്ട് ഇത് കൊടുത്ത സമയത്ത് അവർ മെനു കൊടുത്ത സമയത്ത് പറയുന്നുണ്ട്, ആവശ്യമുള്ളതൊക്കെ ഓർഡർ ആക്കിക്കോ. മനോഹർ പറയാണ്. അപ്പം നിഷ പറയാണ്, അങ്ങനെ ഓർഡർ ചെയ്യാനൊന്നുമില്ല, റോഹിയേട്ടനൊപ്പം കുറച്ചു നേരം ഇരിക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇരിക്കാൻ നമ്മൾ കാമുകന്മാരല്ലല്ലോ. അവൻ ചോദിക്കുകയാണ്, നമ്മുടെ കല്യാണം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ കാമുകന്മാരെ പോലെ തന്നെയാ. നിഷ പറയുകയാണ്. അതേസമയം കിരണും കല്യാണിയും അകത്തെത്തിയിട്ടുണ്ടായിരുന്നു. അവർ നോക്കുന്ന സമയത്ത് മനോഹർ മെനു കാർഡ് നോക്കുകയാണ്. പെട്ടെന്ന് തലതിരിച്ചപ്പോൾ മനോഹറും കിരണിനെയും കല്യാണിയും കണ്ടതും ആകെ വെട്ടി വീർത്ത് പരുവായി. പെട്ടെന്ന് തന്നെ നിഷയെ നോക്കുമ്പോൾ അവളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പം നിഷയോട് പറയുന്നുണ്ട്, ഒരു മിനിറ്റേ മോളൂ, ഞാനൊന്നുകൂടെ ബാത്റൂമിൽ പോയിട്ട് വരാം. അതെന്താ ഇപ്പോൾ പോയതല്ലേ ഉള്ളൂ? പെട്ടെന്നൊരു അസ്വസ്ഥത പോലെ എന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പുറത്തേക്ക് പോവുകയാണ്. പുറത്തിറങ്ങിയതും മനോഹറിന് ശരിക്കും പേടിയാവുന്നുണ്ടായിരുന്നു. അവനും അവൾക്കും വരാൻ കണ്ടൊരു സമയം, എൻ്റെ ഉയിരെടുക്കാൻ നടക്കുന്ന രണ്ടെണ്ണ, ആര് കണ്ടാലും അവൻ കാണാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് വേഗം മനോഹർ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അതേസമയം കിരണും കല്യാണിയും നിഷയുടെ തൊട്ടു പിന്നിലുള്ള ഒരു ചെയറിൽ വന്നിരിക്കുകയാണ്. ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, എൻ്റെ സംശയം ശരിയാണ്, അവൻ തന്നെയാണ് നിഷയുടെ ഭർത്താവ്. അവളുടെ അഹങ്കാരത്തിന് നല്ല പണി കിട്ടി. കിരൺ പറയാണ്. അപ്പോൾ കല്യാണി സങ്കടത്തോട് പറയുന്നുണ്ട്, എങ്കിലും വലിയൊരു ചതിയാണല്ലോ അവൾക്ക് സംഭവിച്ചിരിക്കുന്നത്. കിരൺ പറയാണ്, ഇതുപോലൊരു ചതിയാണല്ലോ അവൾ അവളുടെ ചേച്ചിയോടും ചെയ്തിരിക്കുന്നത്. നേരത്തെ മേഘ്ന അവളുടെ വീട്ടിലേക്ക് പോയപ്പോൾ ആട്ടിപ്പായിച്ചില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു അബദ്ധം അവൾക്ക് സംഭവിക്കില്ലായിരുന്നു. പിന്നെ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു തന്നെ തീരണം. അവനെ വാഷ്റൂമിലേക്ക് ഓടിയെന്ന് തോന്നുന്നു, ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം. കിരൺ അങ്ങോട്ടേക്ക് പോവുകയാണ്. കിരൺ വാഷ്റൂമിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ പേടിയോടുകൂടി ആരോ കാണുന്നുണ്ടോയെന്നൊക്കെ നോക്കിയിട്ടാണ് മനോഹർ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. നേരെ കിരണിൻ്റെ മുന്നിലാണ് പെടുന്നത്. അപ്പം കിരൺ ചോദിക്കുന്നുണ്ട്, നീ എന്താടെ ഇവിടെ? അത് പിന്നെ ആരാടാ അവിടെ ഇരിക്കുന്നത്? ആരുടെ കാര്യമാണ് കിരൺ സാർ ചോദിക്കുന്നത്? അപ്പോൾ കിരൺ പറയാണ്, അവിടെ ഇരിക്കുന്നത് എൻ്റെ വീട്ടിൽ താമസിക്കുന്ന മേഘ്നയുടെ അനിയത്തി നിഷയാ. അവളും നീയും തമ്മിൽ എന്താ ബന്ധം? അത് പിന്നെ കിരൺ പറയുന്നുണ്ട്, അവളുടെ കല്യാണം ഇപ്പോഴാണ് കഴിഞ്ഞത്. അവിടേക്ക് കല്യാണിയും മേഘ്നയും വന്നപ്പോൾ മുഖം മറച്ചാ വരൻ വധുവിൻ്റെ അരികിൽ ഇരുന്നത്. ആ വരൻ നീയാണോ? അപ്പോഴേ ശരിക്കും മനോഹരൻ ഞെട്ടുകയാണ്. എടാ, ഞാൻ ചോദിച്ചതിന് നീ ഇപ്പോൾ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെയും കൂട്ടിക്കൊണ്ടുപോയി അവളുടെ അടുത്ത് നിർത്തിയിട്ടായിരിക്കും ബാക്കി ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം മനോഹർ പറയുന്നുണ്ട്, സാർ ഞാൻ ചൂണ്ടയിട്ടതല്ല, എന്നെ ഇങ്ങോട്ട് പ്രേമിച്ചതാ. പിന്നെ ഞാൻ എല്ലാത്തിനും കൂട്ടുനിന്നേ ഉള്ളൂ. അതായത് അവളുടെ ഭർത്താവ് നീയാണല്ലേ? അപ്പോൾ പൊട്ടനെ പോലെ മനോഹർ ചിരിക്കുകയാണ്. അത് കണ്ടതും കിരണിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൻ ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. നിന്റെ ഇപ്പോഴത്തെ ഭാര്യ ഉണ്ടല്ലോ സരയു, അവളെപ്പോലെ തന്നെ അഹങ്കാരിയാ നീ ഇപ്പം കല്യാണം കഴിച്ചിരിക്കുന്ന പെൺകുട്ടിയും. അത് നിന്റെ ഭാഗ്യമാണെന്ന് കൂട്ടിക്കോ. അവൾക്കൊരു തിരിച്ചടി കിട്ടണമെന്ന് ഞാനും കല്യാണിയൊക്കെ ആഗ്രഹിച്ചതാ. എന്തായാലും ആ തിരിച്ചടി നീയാവുമെന്ന് കരുതിയില്ല. അതുകൊണ്ട് മാത്രം നിന്റെ ഈ നാടകം ഞങ്ങൾ പൊളിക്കുന്നില്ല. ആ സമയത്ത് അവൻ നന്ദിയോടെ കൈ തൊഴുതു നിൽക്കുകയാണ്. അപ്പോൾ കിരൺ ആ കയ്യിലടിച്ചിട്ട് പറയുന്നുണ്ട്, ഡോ നീ എന്തിനാടാ തൊഴുന്നെടുത്ത്? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതാ പാവപ്പെട്ട പെൺകുട്ടികളെ ചതിക്കരുതെന്ന്.
ഇപ്പോൾ ഞാൻ ചതിക്കുന്നവരെയാ കൂടുതൽ ചതിക്കുന്നത്. മനോഹർ ശബ്ദം താഴ്ത്തി പറയാണ്. ഈ നിഷ എന്ന് പറയുന്ന പെൺകുട്ടി അങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടാണോ നീ അവളെ കയറി പ്രേമിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, ഞാനല്ല അവളെ പ്രേമിച്ചത്, അവൾ എന്നെയാ. ഡാ, നീ ഒന്നും പറയണ്ട. മേഘ്നയെ പോലും നീ വെറുതെ വിട്ടില്ല. നിനക്ക് ഓർമ്മയുണ്ടോ അതൊക്കെ? ഈ പരിപാടി നീ നിർത്തിക്കോ. പിന്നെ അവളെപ്പോലെ ഒരുത്തിക്ക് നിന്നെപ്പോലെ ഒരുത്തനെ തന്നെയാ കിട്ടേണ്ടത്. അത്രയ്ക്ക് സ്വന്തം ചേച്ചിയെ വേദനിപ്പിച്ച കൂട്ടത്തിലാ അവള്. അതിന് ദൈവമായിട്ടൊരു മറുപടി കൊടുക്കണ്ടേ? എന്നാലും നീ എങ്ങനെയാടാ ഇതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കിരൺ പരിഹാസത്തോടെ പറഞ്ഞിട്ട് പോവാൻ നോക്കുകയാണ്. വീണ്ടും വന്നിട്ട് അവൻ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അല്ല, അന്ന് കല്യാണത്തിന് ബകാസുരൻ അവിടെ ഇല്ലായിരുന്നോ? അയാളെയും കൂട്ടിയാണോ നീ പോയത്? അതെ. കൊള്ളാം. അയാൾ എന്തു പറഞ്ഞാ വന്നത്? അയാൾ നിഷയുടെ അച്ഛൻ്റെ കൂട്ടുകാരനാണല്ലോ. പിന്നെ എൻ്റെയും പരിചയക്കാരനാണെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയത്. നിന്നെപ്പോലെ തന്നെ എല്ലാ തരികിടയും പഠിച്ച ആളയാൾ. എന്നാലും ഇത് ശരിക്കും ഒരു ഗതികേട് തന്നെ. ഉഫ്, നിന്നെ നമിച്ചടാ. കിരൺ അവനെ പരിഹസിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. ആ സമയത്ത് മനോഹർ മുഖം ഇങ്ങനെ നാക്കുന്നുണ്ട്. കാരണം കിരണ് തല്ലിയ കവിള് വേദനിക്കുന്നുണ്ടായിരുന്നു. കല്യാണി കിരണിനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴേക്കും വെയിറ്റർ ജ്യൂസ് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് കിരൺ വരികയാണ്. അവൻ്റെ മുഖം കണ്ടിട്ട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. കല്യാണി ചോദിക്കുകയാണ്, ഞാൻ 2 ജ്യൂസ് പറഞ്ഞായിരുന്നു. എന്തായി? ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് അവൻ്റെ കവിളത്ത്. അതിൻ്റെ പാടുമായിട്ട് വേണം ഇനി അവൻ അവളുടെ അടുത്ത് വരാൻ. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അവൻ്റെ നെഞ്ച് നോക്കി 2 എണ്ണം കൂടി കൊടുക്കാത്തത് എന്താ? അവനൊരു ഭാഗ്യമുണ്ടല്ലോ. ചില നേരത്ത് സ്വഭാവ ദൂഷ്യമുള്ള പെൺകുട്ടികളാണല്ലോ അവൻ വിവാഹം കഴിക്കുന്നത്. അവളോടിത് പറയണ്ടേ? കല്യാണി ചോദിക്കുകയാണ്. ഒരിക്കലും വേണ്ട. പക്ഷേ അവളെ നമ്മൾ കണ്ടിട്ട് പോയാൽ മതി. മനോഹർ തല്ലുകൊണ്ട പാടുമായിട്ട് വാഷ്റൂമിൻ്റെ അരികിൽ നിൽക്കുകയാണ്. അപ്പം വെയിറ്റർ ചോദിക്കുന്നുണ്ട്, സാറെന്താ ഇവിടെ? അത് വയറിന് നല്ല സുഖമില്ല. ഒന്നോടൊന്ന് വാഷ്റൂമിലേക്ക് പോവേണ്ടി വരും. ഇവിടെ ബാക്കിൽ ഡോറുണ്ടോ? ഉണ്ട് സാർ. എന്തിനാ? ഓടാൻ? എന്ത്? അല്ല, വയറിന് വല്ലാതെ സുഖമില്ലാതെ വന്നാലേ എനിക്ക് മുൻവശത്തൂടെ പോകാനൊരു ചമ്മൽ. അപ്പോൾ ബാക്കിൽ കൂടി പോവേണ്ടി വരും. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, സാറിൻ്റെ വൈഫല്ലേ സാറേ അവിടെ ഇരിക്കുന്നേ? അതെ. അയാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുകയാണ് മനോഹർ. അയാൾ അവിടുന്ന് പോകുന്നുണ്ട്. മനോഹർ ഗത്യന്തരം ഇല്ലാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.